നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പി.വി. അൻവർ. ഒരാഴ്ചയോളം നീണ്ടുനിന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പി.വി. അൻവർ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയാകുന്നത്. ഇരു സ്ഥാനാർത്ഥികളെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെയും കടന്നാക്രമിച്ചാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് അൻവറിന്റെ വരവ്. തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി പി.വി. അൻവറിനെ പ്രഖ്യാപിച്ചു. 1.5 മണിക്കൂർ നേരം നീണ്ടുനിന്ന തന്റെ നയപ്രഖ്യാപനത്തിന്റെ അവസാനമാണ് പി.വി. അൻവർ നിലമ്പൂരിൽ മത്സരിക്കുന്നതായി പറഞ്ഞത്. വൈകാരികത ചേർത്തുള്ള പറച്ചിൽ. നിലമ്പൂരിലെ 2,30,000 ചില്ലാനം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി. നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. ഇരു മുന്നണികളിലെയും വോട്ടുകൾ അടർത്താനുള്ള ശ്രമമെന്നോണം ഭരണ പ്രതിപക്ഷ വിമർശനവും സ്ഥാനാർത്ഥി വിമർശനവുമായി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് പി.വി. അൻവർ വരവറിയിക്കുന്നു. ഹൈന്ദവ മതവിശ്വാസികളുടെ മതത്തെ, അവരുടെ വികാരത്തെ വ്രണപ്പെടുത്തി അവഹേളിച്ച് പിണറായി കേരളം മുഴുവൻ ഹിന്ദുത്വത്തിനെതിരെ പ്രചരണം നടത്തിയവനാ ഈ പറയുന്ന സ്വരാജ്. UDF ഞങ്ങളെല്ലാം കൂടെ കെട്ടിമറിഞ്ഞ് പ്രവർത്തനം നടത്തുന്നു. ഷൗക്കത്ത് ജയിക്കാൻ പോകുന്നില്ല. ഇദ്ദേഹം മുസ്ലിം സമുദായത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവാണ് എന്ന് ആരും അംഗീകരിക്കാൻ പോകുന്നില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ അവിശുദ്ധ ബാന്ധവം ആരോപിച്ച അൻവർ സതീശന് ഹിറ്റ്ലറിസം എന്നും പറഞ്ഞു. പിണറായി വിജയന്റെ പിന്നിൽ നേരെ നിൽക്കുന്നത് വി.ഡി. സതീശൻ, അതിന്റെ പിന്നിൽ നിൽക്കുന്നത് ഷൗക്കത്ത്. തീർത്തും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണല്ലോ ഈ വാതിലടച്ചു, ഇരുമ്പ് വാതിലടച്ചു എന്ന് ബഹുമാനപ്പെട്ട ഹിറ്റ്ലർ കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പ്രഖ്യാപിച്ചത്. തന്നെ മുന്നണിയുടെ ഭാഗമാക്കാത്തതിൽ UDF-നകത്ത് ഭിന്നാഭിപ്രായം എന്ന് പറയുന്നതിലൂടെ UDF-നകത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് സ്ഥാപിക്കുന്നുണ്ട് അൻവർ. ഇതും തിരഞ്ഞെടുപ്പിൽ നേട്ടമാകുമെന്നാണ് കണക്കുകൂട്ടൽ. പി.വി. അൻവറിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗികമായും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയായി അൻവറിനെ പ്രഖ്യാപിച്ചു. എക്സ് പേജിലെ ട്വീറ്റിലൂടെയാണ് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിലമ്പൂരിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഭരണ പ്രതിപക്ഷ വിമർശനം, എതിർ സ്ഥാനാർത്ഥികളുടെ നയങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടെന്ന ആരോപണം, ഇരുഭാഗത്തെയും വോട്ടുകൾ നേടി കറുത്ത കുതിരയാകാൻ കഴിയുമോ എന്നാണ് പി.വി. അൻവർ ശ്രമിക്കുന്നത്. ജയത്തോളം പോന്ന പരാജയമെങ്കിലും സാധ്യമാകുമോ എന്നും അൻവർ ലക്ഷ്യമിടുന്നു. നിലമ്പൂരിൽ നിന്ന് ഷബീർ ഒമർ, ടീം മീഡിയ.